ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് എൻട്രി ചെയ്യാന്നുള്ളതൊക്കെ പഠിച്ചു അല്ലേ. ഇനിയിപ്പോ ഇതിന് മുന്നത്തെ ലെസണിൽ നമുക്ക് ചെറിയൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ GST വരിക? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് GST വരും അല്ലേ. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന GST ആണ് എന്ത് പറയുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന GST ആണ് നമ്മൾ എന്ത് പറയുക, ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയാറുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഈ GST കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. Record necessary journal entries assuming CGST. CGST പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? Central Goods and Service Tax at the rate of 5% and SGST at 5%. എന്താണ് SGST? State Goods and Service Tax at 5% and all transaction occurred within Delhi. അതായത് വിത്തിൻ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലാണ് എന്ത് വരിക, CGSTയും SGSTയും വരിക. ഇന്റർ സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ളത് ഉള്ള ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, വെവ്വേറെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ IGST ആണ് വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത് ഡൽഹി എന്നുള്ള സ്റ്റേറ്റിന്റെ അകത്ത് മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ട്രാൻസാക്ഷന്റെ എമൗണ്ടും മറ്റുമൊക്കെ തന്നിട്ടുണ്ട്. അതിന് GST എത്രയാണ് ചാർജ് ചെയ്യുന്നത്? CGST 5%ഉം SGST 5%ഉം. അപ്പൊ നമ്മൾ GSTയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ വരുന്നത്? Shobit bought goods of rupees 1 lakh on credit. ക്രെഡിറ്റിന് ശോഭിത്ത് കുറച്ച് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്ക്? 1 lakh rupeesന് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സിന്റെ കോസ്റ്റ് മാത്രമാണ് എന്ത് തന്നിരിക്കുന്നത്? 1 lakh തന്നിരിക്കുന്നത്. നമ്മൾ ഇനി പേയ്മെന്റ് അടയ്ക്കുമ്പോൾ ഇതിന്റെ കൂടെ എന്തുകൂടി ചേർത്തി അടയ്ക്കണം? CGST 5%ഉം SGST 5%ഉം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് അടയ്ക്കാനായിട്ട്. അപ്പൊ 1 lakhന്റെ 5% എത്രയാണ്? 1 lakhന്റെ 5% ആണ് 1 lakhന്റെ 5% എത്രയാ വരിക? 5,000 അല്ലേ. അപ്പൊ CGST ആയിട്ട് 5,000ഉം അതേപോലെ SGST ആയിട്ട് 5,000ഉം വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് അടയ്ക്കണം. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തിനാ വാങ്ങിച്ചിരിക്കുന്നത്? ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. എത്ര രൂപ? അപ്പൊ ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയാണ്? ഗുഡ്സിന്റെ കോസ്റ്റ് ആണ് 1 lakh. അതിന്റെ കൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? GST കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്, നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അത് എത്ര രൂപ കൊടുക്കണം? CGST ആയിട്ട് 5,000. CGST ആയിട്ട് എത്ര രൂപ കൊടുക്കണം? 5,000 കൊടുക്കണം. SGST ആയിട്ടും 5,000 കൊടുക്കണം. 1 lakhന്റെ 5% ആണ് എത്ര? 5,000 എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പൊ ടോട്ടൽ എത്ര രൂപ നമ്മൾ കൊടുക്കണം? 1,10,000 rupees വേണം കൊടുക്കാനായിട്ട്. അപ്പൊ എങ്ങനെ എൻട്രി വരിക? ആലോചിച്ച് വയ്ക്കും. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്തത് ഹി സോൾഡ് ദം. ആ വാങ്ങിച്ച ഗുഡ്സ്, 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ആ ഗുഡ്സ് എത്ര രൂപയ്ക്ക് വിറ്റു? 1,35,000 രൂപയ്ക്ക് വിറ്റു. ക്രെഡിറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പൈസ ഇപ്പൊ കിട്ടില്ല, പിന്നീടാണ് നമുക്ക് കിട്ടുക. അപ്പൊ 1,35,000 രൂപയ്ക്കാണ് എന്താണ് സാധനം വിൽക്കുന്നത്. വിൽക്കുമ്പോൾ നമുക്ക് എന്ത് GST ആണ് വരിക? ഔട്ട്പുട്ട് ടാക്സ് ആണ് വരിക അല്ലെ. സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ GST കൊടുക്കും. അതിനെ എന്താ പറയുക? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. സാധനം വിൽക്കുമ്പോൾ നമ്മൾ GST കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത GST ആർക്ക് കൊടുക്കണം? നമ്മൾ ഗവൺമെന്റിന് പേ ചെയ്യണം. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന GST നമ്മൾ എന്താ പറയുക? ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയാറ്. ഇപ്പൊ 1,35,000 രൂപയ്ക്കാണ് എന്ത്? 1,35,000 രൂപയ്ക്കാണ് നമ്മൾ സെയില് നടത്തിയിരിക്കുന്നത് അല്ലെ. അതിന്റെ 5% CGST ആയിട്ടും SGST ആയിട്ടും കൊടുക്കണം. 1,35,000ന്റെ 5% പറയുമ്പോൾ എത്ര വരും? 6,750. 6,750 CGST ആയിട്ടും 6,750 SGST ആയിട്ടും നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ ടോട്ടൽ നമ്മൾ എത്ര രൂപ സെയിൽസ് ആയിട്ട് കളക്ട് ചെയ്യും? 1,48,500 rupees നമ്മൾ കളക്ട് ചെയ്യും. എത്ര രൂപ കളക്ട് ചെയ്യും? 1,48,500 rupees നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ട്. ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് 800 rupees അവൻ എന്ത് ചെയ്തു? ചെലവാക്കി. 800 rupeesന്റെ കൂടെ
8,000 rupees മാത്രമാണോ പേ ചെയ്തിട്ടുണ്ടാവുക? അല്ല. എന്താണ്? CGST 5%ഉം SGST 5%ഉം കൂടിയിട്ട് പേ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര പേ ചെയ്തിട്ടുണ്ടാവും? 8,000 rupees 8,000 rupees റെയിൽവേ ടിക്കറ്റിന്റെ കോസ്റ്റും അതിന്റെ കൂടെ CGST 5%. 8,000ന്റെ 5% എത്രയാണ്? 8,000ന്റെ 5% ആണ് 400. CGST 4%ഉം അതേപോലെ SGST 4%ഉം കൂടിയിട്ട് ചേർത്തിട്ടായിരിക്കും എന്ത് കൊടുത്തിട്ടുണ്ടാവുക? പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര എമൗണ്ട് പേയ്മെന്റ് കൊടുക്കണം? 8,800 റെയിൽവേ ട്രാൻസ്പോർട്ട് വന്നിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? ഹി ബോട്ട് എ കമ്പ്യൂട്ടർ ഫോർ ₹10,000. 10,000 rupeesന് എന്ത് വാങ്ങിച്ചു? ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു അല്ലേ? 10,000 rupeesന് കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ 10,000 മാത്രം കൊടുത്താൽ മതിയോ? പോരാ. എന്ത് കൊടുക്കണം? CGSTയും SGSTയും കൂടി കൊടുക്കണം. ഈ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതെല്ലാം നമ്മുടെ ക്രെഡിറ്റ് ആണ് കേട്ടോ. അത് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് 10,000 rupees ആയി അല്ലേ? അതിന്റെ കൂടെ CGST എത്ര രൂപ കൊടുക്കണം? അതിന്റെ 5%. പ്രിന്റർ ആണ്, കമ്പ്യൂട്ടർ പ്രിന്റർ ആണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ 10,000 rupees പ്രിന്ററിനായിട്ട് പോകുന്നുണ്ട്. CGST ആയിട്ട് എത്ര രൂപ കൊടുക്കണം? 5% പറയുമ്പോ 500 rupees CGST കൊടുക്കണം അല്ലേ? 500 rupees CGST കൊടുക്കണം. SGSTയും എത്ര രൂപ കൊടുക്കണം? 500 rupees കൊടുക്കണം. അപ്പൊ ടോട്ടൽ പ്രിന്ററിന് പറഞ്ഞിട്ട് എത്ര രൂപ നമ്മൾ കൊടുക്കണം? 11,000 rupees കൊടുക്കണം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് വാങ്ങിച്ചത്? പോസ്റ്റൽ ചാർജസിന് വേണ്ടിയിട്ട് 2,000 rupees സ്പെൻഡ് ചെയ്തു. 2,000 rupees മാത്രമായിരിക്കും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? അല്ല. അതിന്റെ കൂടെ CGSTയും SGSTയും കൂടി ചേർത്തിട്ടായിരിക്കും അമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോ 2,000 rupees എന്താണ്? 2,000 rupees പോസ്റ്റലിനുള്ള ചാർജസും അതിന്റെ 5%. അതിന്റെ 5% പറയുമ്പോൾ എത്രയാണ്? 100 rupees CGSTയും 100 rupees SGSTയും കൂടി ചേർത്തി കൊടുക്കണം അല്ലേ? അപ്പൊ ടോട്ടൽ പോസ്റ്റൽ ചാർജസ് പറഞ്ഞിട്ട് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? 2,200 rupees. 2,200 rupees പോസ്റ്റൽ ചാർജസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഈ ട്രാൻസാക്ഷന്റെ ഒരു ബ്രീഫ് എന്ന് പറയാനായിട്ട്. ഇനി ഇതെങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതൊന്ന് മാത്രം ആലോചിച്ചാൽ മതി. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ GST കൊടുക്കുന്നു, അതിനെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നു. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ GST കളക്ട് ചെയ്യുന്നു, അതിനെ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നു. ഇനി എൻട്രീസ് എങ്ങനെ വരും നോക്കാം. ഇനി നമുക്ക് അതിന്റെ ജേർണൽ എൻട്രീസും സൊല്യൂഷൻസും എങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ നോക്കേണ്ടത് ഇൻപുട്ട് ആണ്. പർച്ചേസ് ചെയ്യണ സമയത്ത് നമ്മൾ കൊടുക്കുന്ന GST ആണ് എന്ത് പറയാ? ഇൻപുട്ട് GST എന്ന് പറയാം. നമ്മൾ സെയിൽസ് ചെയ്യണ സമയത്ത് GST കളക്ട് ചെയ്യുമ്പോൾ അതിനെ ഔട്ട്പുട്ട് GST എന്ന് പറയും അല്ലെ? അപ്പോ സെയിൽ ചെയ്യണ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന GST ഗവൺമെന്റിന് അടയ്ക്കണം. പക്ഷെ അടയ്ക്കണതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണ സമയത്ത് GST കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത GSTയിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത GST എമൗണ്ട്സ് ഉണ്ടാവില്ലേ, അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രം ഗവൺമെന്റിന് അടച്ചാൽ മതി. അപ്പോ ഇനിയിപ്പോ നമ്മുടെ ആദ്യത്തെ ഇതിൽ എന്താ പറയുന്നത്? സോബിത്ത് ബ്രോട്ട് ഗുഡ്സ് ഫോർ ₹1 lakh ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് വന്നിട്ട് ശോഭിത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്തത് മാത്രമാണ് 1 lakh എന്നുള്ള വാല്യൂ. ഇതിന്റെ കൂടെ നമ്മൾ CGSTയും SGST ആയിട്ടുള്ള 5% ആഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ടോട്ടൽ ബില്ല് പേയ്മെന്റ് ചെയ്യുക. അപ്പൊ പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആണ് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും. അപ്പൊ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതിന്റെ എൻട്രി എങ്ങനെയാ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1 lakh. അതിന്റെ കൂടെ നമ്മൾ പിന്നെ എന്താ ആഡ് ചെയ്യണം? ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ആഡ് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് CGST 1 lakhന്റെ 5% പറയുമ്പോൾ 5,000. അതേപോലെ ഇൻപുട്ട് SGSTയും 1 lakhന്റെ 5% പറയുമ്പോൾ പിന്നെയും 5,000. അങ്ങനെ ടോട്ടൽ നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്ററിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. 2 creditors 1,10,000. പിന്നെ അടുത്തത് എന്താ ചെയ്തിരിക്കുന്നത്? 1,35,000 rupeesന് സെയിൽ ചെയ്തിട്ടുണ്ട്. 1,35,000 rupeesന് ആ പ്രൊഡക്റ്റ്, ആ ഗുഡ് സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ കളക്ട് ചെയ്യാം? ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGST ആണ് കളക്ട് ചെയ്യുക. വിത്തിൻ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ CGST SGST വന്നത്.
രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ഈ ട്രാൻസാക്ഷൻ നടന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ IGST ആണ് വരിക. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് CGST എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് GST വന്നിട്ട് നമ്മുടെ ഒരു എന്താണ് ലയബിലിറ്റി ആണ് അല്ലെ. നമ്മൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ആർക്ക് അടയ്ക്കണം? ഗവൺമെന്റിന് അടയ്ക്കണം. അപ്പോൾ അത് എന്താണ്? നമ്മുടെ ഒരു ലയബിലിറ്റിയാണ്. കളക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ലയബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ സെയിൽസ് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരിക്കുന്നത്? 1,35,000 രൂപയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ CGSTയും SGSTയും കൂടിയിട്ട് ആഡ് ചെയ്യണം. അപ്പൊ 5% CGSTയും SGSTയും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 6,750, 6,750. അപ്പൊ ടോട്ടൽ എത്ര രൂപയാണ് നമ്മൾ കസ്റ്റമറുടെ നിന്ന്, ഡെപ്റ്ററുടെ നിന്ന്, നമ്മൾ കടത്തിനാ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ഡെപ്റ്റർ ആണ് ഉണ്ടായിരിക്കുന്നത്. ഡെപ്റ്ററുടെ നിന്ന് ടോട്ടൽ നമ്മൾ എത്ര രൂപ കളക്ട് ചെയ്യണം? 1,48,000. അപ്പോൾ debtors account debtor 1,48,000, to sales 1,35,000, to output CGST 6,750, to output SGST 6,750. Okay. ഇനി അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് ഫോർ ₹8,000. 8,000 റുപ്പീസിന് റെയിൽവേ ടിക്കറ്റ് എടുത്തു അല്ലെ. ടിക്കറ്റ് എടുത്തപ്പോൾ അതിന് 5% CGSTയും SGSTയും കൂടിയിട്ട് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടി പേ ചെയ്തിട്ടുണ്ട്? ഇൻപുട്ട് ടാക്സും കൂടിയിട്ട് CGSTയും കൂടിയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? അതും ഇപ്പൊ നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ് അല്ലെ. എക്സ്പെൻസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ 8,000 5% പറയുമ്പോൾ 400. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് 8,000, CGST ഇൻപുട്ട് CGST 400, ഔട്ട് ഇൻപുട്ട് SGST 400. എന്നിട്ട് ടോട്ടൽ നമ്മൾ ചെക്ക് ആയിട്ടാണ് പേയ്മെന്റ് നടത്തിയത് ടു ബാങ്കിൽ നിന്ന് എത്ര രൂപ പോയി? 8,800. അതേപോലെ പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പ്രിന്റർ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ പ്രിന്റർ എത്ര രൂപയാണ്? 1,000 rupees. കമ്പ്യൂട്ടർ പ്രിന്റർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് എക്സ്പെൻസും കൂടി വന്നു? നമുക്ക് GSTയുടെ എക്സ്പെൻസും കൂടി വന്നു അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ പ്രിന്റർ അക്കൗണ്ട് ഡെറ്റർ 10,000. CGSTയും SGSTയും എത്ര രൂപ വെച്ച് കളക്ട് ചെയ്യണം? 5% വെച്ച് കളക്ട് ചെയ്യണം. 10,000ന്റെ 5% പറയുമ്പോൾ 500. എന്നിട്ട് ടോട്ടൽ നമ്മൾ എത്ര രൂപ പേ ചെയ്തു? 11,000 rupees പേ ചെയ്തു. അതേപോലെ തന്നെയാണ് പോസ്റ്റൽ ചാർജ് എന്നുള്ളൊരു എക്സ്പെൻസ് വന്നപ്പോൾ പോസ്റ്റൽ ചാർജസ് എത്ര രൂപയാണ്? 2,000 ആണ്. അതിന്റെ GST, CGSTയും SGSTയും 5% പറയുമ്പോൾ 100 rupees. അങ്ങനെ നമ്മൾ എത്ര രൂപ ടോട്ടൽ പേ ചെയ്തു? 2,200 rupees പേ ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ആ വർഷത്തെ എക്സ്പെൻസ് മുഴുവൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. കഴിഞ്ഞാൽ നമ്മൾ ആ മാസം ഓരോ മന്ത് എൻഡിലായിരിക്കും എന്ത് ഉണ്ടാവുക? അല്ലെങ്കിൽ ആ മാസത്തെ എക്സ്പെൻസ് മുഴുവൻ കഴിഞ്ഞു, സെയിൽസും എല്ലാം കഴിഞ്ഞു. മന്ത്ലി ആയിരിക്കും യൂഷ്വലി എന്താ ചെയ്യുക? GSTയുടെ പേയ്മെന്റ് നടത്തേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്കീമാണ്. ഒരു സ്കീം സെലക്ട് ചെയ്യണതിനനുസരിച്ചിട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ മന്ത്ലി നമ്മൾ പേയ്മെന്റ് അടയ്ക്കും, അല്ല കോമ്പോസിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 3 months once ആയിരിക്കും നമ്മുടെ GST ഗവൺമെന്റിന് അടയ്ക്കേണ്ട സമയം വരുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു മാസത്തെയാണ് വെക്കുക. അപ്പൊ ഒരു മാസത്തെ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും എല്ലാം നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്ന് ഗവൺമെന്റിന് എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് നോക്കണം. അപ്പൊ എങ്ങനെയാ അത് നോക്കുക? നമുക്ക് എത്ര ക്രെഡിറ്റ്, അതായത് ഇൻപുട്ട് ടാക്സ് നമുക്ക് ടോട്ടൽ എത്ര വന്നിട്ടുണ്ട് നോക്കാം അല്ലെ. CGSTയുടെ ആദ്യം നമുക്ക് CGSTയുടെ നോക്കാം. പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 5,000 കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചെയ്തപ്പോൾ ഒരു 400 കിട്ടി. പിന്നെന്താണ്? കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 500 കിട്ടി. പിന്നെ എത്രയാണ്? പോസ്റ്റൽ ചാർജസിന്റെ ഒരു 100 കിട്ടി. അങ്ങനെ ടോട്ടൽ നമുക്ക് CGST എത്ര രൂപയുടെ ക്രെഡിറ്റ് ആണ്? CGST ആയിട്ട് നമ്മൾ എത്ര രൂപയാണ് ഗവൺമെന്റിന് ഓൾറെഡി CGST ആയിട്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്നത്? 6,000 rupees നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. CGSTയും SGSTയും എന്താണ്? 5% ആണ്. അപ്പൊ CGST ആയിട്ടും നമ്മൾ 6,000 പേ ചെയ്തിട്ടുണ്ട്, SGST ആയിട്ടും 6,000 പേ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെയിൽസ് നടന്നപ്പോ എത്ര രൂപയാണ് നമ്മൾ കളക്ട് ചെയ്തത്? എത്ര രൂപ നമ്മൾ കളക്ട് ചെയ്തു? 6,750 വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ വെച്ചിട്ട്? 6,750 rupees വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഇനി ബാക്കി നമ്മൾ എത്ര അടയ്ക്കണം? നമ്മൾ എത്രയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്? 6,750 rupees
നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ പേ ചെയ്തിരിക്കുന്ന എത്ര രൂപയാണ്? 6000 rupees പേ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് CGST മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര രൂപ നമ്മൾ അടച്ചാൽ മതി CGST ആയിട്ട്? 750 rupees പേ ചെയ്താൽ മതി. ഓക്കെ, ഇത് CGST മാത്രം. ഇതെന്താണ്? CGST മാത്രമാണ് ഈ 750 rupees നമുക്ക് ഇനി അടയ്ക്കാനുള്ളത്. CGST മാത്രം. അതേപോലെ SGST കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 750 rupees വരും അല്ലേ. അപ്പോൾ CGST SGST ആയിട്ട് 750 ഈച്ച്. അപ്പൊ ടോട്ടൽ എത്ര രൂപ നമ്മൾ ഇനി ഗവൺമെന്റിന് അടയ്ക്കണം? 1500 rupees നമ്മൾ ഗവൺമെന്റിന് അടയ്ക്കണം. ഇനി അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? നമ്മൾ എന്താ പറയാ, ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് അടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ലൈബിലിറ്റി എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈബിലിറ്റി കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്പുട്ട് CGST 6750 നമ്മൾ കളക്ട് ചെയ്ത ഈ എമൗണ്ട്. അതേപോലെ ഔട്ട്പുട്ട് SGST 6750 കളക്ട് ചെയ്ത ഈ ഒരു എമൗണ്ട് എൻട്രി ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിന്റെ ക്രെഡിറ്റ് ഏതെന്ന് കിട്ടി? നമുക്ക് ഇൻപുട്ട് GSTയിൽ നമ്മുടെ ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. ഇൻപുട്ട് CGST ഇൻപുട്ട് SGST ആയിട്ട് എത്ര രൂപ വന്നു? 6000 rupees വന്നിട്ടുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ ക്യാഷ് ആയിട്ട് പേ ചെയ്തു. അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? പേ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ പറഞ്ഞിട്ട് 1500. അപ്പൊ എന്തായി? 1500 രൂപ ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞതും ആ മാസത്തെ നമ്മുടെ GST ലയബിലിറ്റി എന്നുള്ളത് ഫുള്ളായിട്ട് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് GSTയുടെ വാല്യൂസ് കൂടി എൻട്രി ചെയ്തിട്ട് ജേർണൽ എൻട്രി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ മന്ത് എൻഡോ ഓരോ മന്ത് എൻഡിലും നമ്മൾ ഈ GSTയുടെ ലയബിലിറ്റി നമ്മൾ ക്ലോസ് ചെയ്ത് പോകണം. കാരണം ഓരോ മാസത്തെയും GST നമ്മൾ ഓരോ മന്ത് കഴിയുമ്പോഴായിരിക്കും അടയ്ക്കുണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ GST എടുത്തിരിക്കുന്നത് കോമ്പോസിഷൻ സ്കീമിലാണെന്നുണ്ടെങ്കിൽ 3 months കൂടുമ്പോഴായിരിക്കും. അപ്പൊ GST വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യാന്നുള്ളതും അതിന്റെ സെറ്റ് ഓഫ് എൻട്രിയും എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കുക. 1-2 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി തറവാകും. നമ്മൾ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും അതേപോലെ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയുടെയും കാൽക്കുലേഷൻസ് നമ്മൾ കഴിഞ്ഞ സൊല്യൂഷനിൽ ചെയ്ത് നോക്കിയില്ലേ. അതിന്റെ വർക്കിംഗ് നോട്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം തന്നെ ഇതിൽ പറയുന്നുള്ളൂ. എന്താണ്? ആദ്യം നമ്മൾ എത്രയാണ് ടോട്ടൽ നമുക്ക് ഇൻപുട്ട് CGSTയും SGSTയും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. അത് എത്ര വന്നു? നമുക്ക് 6000 rupees ഈച്ച് വന്നു. പിന്നെ എത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും എന്നുള്ളത് നോക്കി. അത് 6750 എന്നുള്ള രീതിയിലും വന്നു. ഇനി ബാക്കി നമുക്ക് എത്ര പേ ചെയ്യാനുണ്ട്? CGST ആയിട്ട് ഒരു 750, SGST ആയിട്ട് ഒരു 750. അപ്പൊ ടോട്ടൽ എത്ര പേ ചെയ്യണം? 1500 rupees പേ ചെയ്യണം. ഇതതിന്റെ ഒരു വർക്കിംഗ് നോട്ട് മാത്രമാണ്. നമ്മൾ ജേർണൽ എന്താണെന്ന് പഠിച്ചു. ജേർണലിൽ എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ബുക്കാണ് എന്ത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ജേർണൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് ഏതാണ് പ്രിപ്പയർ ചെയ്യുക? ലെഡ്ജേഴ്സ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ലെഡ്ജർ എന്നത് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ പ്രധാന പുസ്തകമാണ്. ഇതിൽ വ്യത്യസ്ത അക്കൗണ്ട്സുകൾ ഉണ്ട്. ഓരോ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യാണ്ടാവുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ജേർണലിലും മറ്റ് സ്പെഷ്യൽ ജേർണലിലും ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതുമായിട്ടുള്ള എല്ലാ അക്കൗണ്ട്സുകളും ചേർന്നാണ് എന്ത് ഉണ്ടാവുന്നത്? ലെഡ്ജർ ഉണ്ടാവുന്നത്. ലെഡ്ജർ ഒരു ബോണ്ട് രജിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലൂസ് ലീഫ് ബൈൻഡർ ആയിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലെഡ്ജർ വളരെ ഉപകാരമുള്ള ഒരു ബുക്കാണ്. ഏതൊരു എൻറ്റിറ്റിക്കും വളരെ ഉപകാരമുള്ള ഒരു ബുക്കാണ് എന്ത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ രീതിയിൽ ഏതെങ്കിലും അക്കൗണ്ട്സിന്റെ മൊത്തം ഫലം അറിയാനായിട്ട് നമുക്ക് അതിൽ ലെഡ്ജർ നോക്കിയാലായിട്ട് മതി. ഇപ്പോ ഒരു വർഷത്തെ സെയിൽസ് അല്ലെങ്കിൽ ഒരു വർഷത്തെ സെയിൽസ് എത്ര രൂപയാണെന്ന് നമുക്ക് ജേർണലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ എൻട്രീസിലെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടി വരും. പക്ഷെ അതേസമയം ആ സെയിൽസിന്റെ ലെഡ്ജർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സെയിൽസ് എത്ര രൂപയാണ് എന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൽ നിന്ന് എത്ര തുക നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാനും അതേപോലെ അതിന്റെ ആ കസ്റ്റമറിന്റെ ലെഡ്ജർ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സപ്ലയറിന് നമ്മൾ എത്ര തുക കൊടുക്കാനുണ്ട് എന്നുള്ളതും ആ സപ്ലയറുടെ ലെഡ്ജർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും.
ജേർണലിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഇങ്ങനെയാണ്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടാവുക അല്ലെ. പക്ഷെ ലെഡ്ജറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ലെഡ്ജറോ എടുത്തു വെച്ചാൽ ആ കസ്റ്റമറുമായിട്ടുള്ള ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്ക് അത് നോക്കിയാലായിട്ട് അറിയാനായിട്ട് സാധിക്കും. ജേർണലിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എൻട്രി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ജേർണലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തിട്ടാണ് നമ്മൾ ലെഡ്ജറിൽ അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ കാണുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുമായിട്ട് ലെഡ്ജർ നോക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ജേർണൽ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? ലെഡ്ജർ എന്നുള്ളത്. അപ്പോൾ ലെഡ്ജർ ഈസ് ദ പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം. മറ്റേത് എന്തായിരുന്നു? ഒറിജിനൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആയിരുന്നു അല്ലെ. ലെഡ്ജർ പറയുന്നത് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് ആൻ അക്കൗണ്ടിങ് സിസ്റ്റം എന്നാ പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ്. ദാറ്റ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഫ്രം ജേർണൽ പ്രോപ്പർ വേരിയസ് സ്പെഷ്യൽ ജേർണൽസിൽ നിന്നും മറ്റും എടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്തത് എവിടെയാണ്? ലെഡ്ജറിലാണ് നമ്മൾ എൻട്രി ചെയ്യുക. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ ജേർണൽ. ജേർണലിൽ ഡെബിറ്റ് ചെയ്തതും ക്രെഡിറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ അക്കൗണ്ട്സിന്റെയും ഒരു കളക്ഷൻ ആണ് എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ നമുക്ക് ബോണ്ട് രജിസ്റ്റർ ആയിട്ടോ ലൂസ് ലീഫ് ബൈൻഡർ ആയിട്ടോ കാർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലോ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈച്ച് അക്കൗണ്ട് ഈസ് യൂഷ്വലി റെക്കോർഡഡ് ഓൺ എ സെപ്പറേറ്റ് പേജ് ഓർ കാർഡ്. ഓരോ അക്കൗണ്ടും നമ്മൾ സെപ്പറേറ്റ് പേജിലോ അല്ലെങ്കിൽ ഒരു കാർഡിലോ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ലെഡ്ജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഒരു ലെഡ്ജർ നോക്കി വെച്ചാൽ നെറ്റ് റിസൾട്ട് ഓഫ് ആ ഒരു സ്പെസിഫിക് പീരീഡിൽ ആ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡിലുള്ള മൊത്തം റിസൾട്ടും നമുക്ക് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ലെഡ്ജർ നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. യൂഷ്വലി ലെഡ്ജർ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ തരുന്നുണ്ടാവും? ഹൗ മച്ച് ഡസ് എ കസ്റ്റമർ ഓസ് ടു മീ. നമ്മൾ ഒരു കസ്റ്റമറുടെ അടുത്ത് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ വാട്ട് ഡു വി ഓ ടു എ സപ്ലയർ. നമ്മൾ സപ്ലയർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, നമ്മുടെ കസ്റ്റമർ നമുക്ക് എത്ര രൂപ തരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലെഡ്ജർ നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ജേർണൽ നമ്മൾ ഡേറ്റ് വൈസ് ആയിട്ടാണ് എൻട്രീസ് ചെയ്ത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വൈസ് ആയിരിക്കും ഈ ലെഡ്ജറിൽ നമ്മൾ എൻട്രി ചെയ്ത് പോകുന്നുണ്ടാവുക. ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റും അതേപോലെ 1-2 പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവും എന്താണ് ലെഡ്ജർ എന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് ജേർണലും ലെഡ്ജേഴ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് എന്താണ് പറയുന്നത്? ജേർണലിനെ നമ്മൾ എന്താ പറയാ? ജേർണൽ പറയുന്നത് ജേർണൽ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആണ്. ആദ്യം അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ആദ്യം എവിടെ എൻട്രി ചെയ്യുക? ജേർണലിലാണ് എൻട്രി ചെയ്യുക. അത് പിന്നെ ലെഡ്ജർ ആണ്. ജേർണലിൽ എൻട്രി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജറിൽ എൻട്രി ചെയ്യുക. അപ്പൊ അതെന്താണ്? ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ആണ്. ജേർണലോ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി ആണ്. പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ജേർണലിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് വൈസ് ആയിട്ടായിരിക്കും എൻട്രി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ലെഡ്ജറിലാണെങ്കിലോ അക്കൗണ്ട് ബേസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആണ് നമ്മൾ ലെഡ്ജറിൽ എൻട്രി ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ലീഗലി നോക്കുകയാണെങ്കിൽ കൂടുതൽ വാല്യൂവും വെയിറ്റും പറയുന്നത് ജേർണലിലാണ്. കാരണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജേർണലിലാണ്. ലെഡ്ജറിന് ലെസ് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ലെഡ്ജർ നമ്മൾ യൂഷ്വലി നോക്കുന്നത് നമുക്ക് ഒറ്റയടിക്ക് നോക്കി വെച്ചാൽ ഓരോ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, ഓരോ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിലും എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. ജേർണൽ പറയുന്നത് ഇനീഷ്യലി എൻട്രി ചെയ്യുന്നത് എവിടെയാണ്? സോഴ്സ് ഡോക്യുമെന്റ്സിന്റെ ബേസിസിൽ ആദ്യം എൻട്രി ചെയ്യുന്നത് എവിടെയാണ്? ജേർണലിലാണ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ലീഗലി ഇമ്പോർട്ടന്റ് കൂടുതൽ ജേർണലിലാണ് ഉള്ളത്. ബേസിസ് ഓഫ് എൻട്രി ട്രാൻസാക്ഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻസ് ആയിരിക്കും. നമ്മൾ ട്രാൻസാക്ഷൻ നടന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ജേർണലിൽ ഓരോ എൻട്രീസും എൻട്രി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ലെഡ്ജറിൽ എങ്ങനെയാണ്? അക്കൗണ്ട് ബേസ്ഡ് ആയിട്ട് ഓരോ അക്കൗണ്ട് ബേസ്ഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രോസസ്. ജേർണലിൽ എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? ജേർണലൈസിങ്. ഇനി ലെഡ്ജറിൽ പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെഡ്ജറിൽ എൻ്റർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? പോസ്റ്റിംഗ് എന്നാണ് പറയുക. ഇതാണ് മെയിൻ ആയിട്ട്
ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ജേർണലിലാണ് നമ്മൾ ആദ്യം സോഴ്സ് ഡോക്യുമെന്റ്സ് നോക്കിയിട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രി എന്ന് പറയും. ഇനി ജേർണലിൽ എൻട്രി ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. ജേർണലിൽ എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേർണലൈസിങ്. ലെഡ്ജറിൽ എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? പോസ്റ്റിംഗ് എന്നാണ് പറയുക. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ. ഓൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു 5 കാറ്റഗറീസ്. ലെഡ്ജർ അക്കൗണ്ട്സിനെ നമുക്ക് 5 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, പിന്നെന്താ? റവന്യൂ ഓർ ഗെയിൻ, എക്സ്പെൻസസ്. അല്ലെ? ഇതില് ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട്സില് ആദ്യത്തെ 3 എണ്ണം അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഈ അക്കൗണ്ട്സ് എല്ലാം നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുക? നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട് അല്ലെ? മെയിൻ ആയിട്ട് 2 എണ്ണം ഉള്ളത്. ഇതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പൊ അതില് ഈ ആദ്യത്തെ 3 കാറ്റഗറി ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സിന്റെ അമൗണ്ട്സ് ഒക്കെ നമ്മൾ എവിടെയാ പോസ്റ്റ് ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ് പോസ്റ്റ് ചെയ്യുക. പിന്നെ ഈ റവന്യൂ ഓർ ഗെയിൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർ ലോസസ്, ഈ 2 എണ്ണം, ഈ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ എവിടെയാണ് പോസ്റ്റ് ചെയ്യുക? ഇതെല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ അക്കൗണ്ട്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ ഓർ ഗെയിൻസ്, എക്സ്പെൻഡിച്ചർ ഓർ ലോസസ്. അതില് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് ലെഡ്ജറിലുള്ള അമൗണ്ട്സ് എല്ലാം പിന്നീട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക? ബാലൻസ് ഷീറ്റിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഈ റവന്യൂ ഓർ ഗെയിൻസ്, എക്സ്പെൻഡിച്ചർ ഓഫ് ലോസസ് നമ്മൾ എവിടെയാണ് നമ്മൾ അതിലുള്ള ആ ലെഡ്ജറിലുള്ള അമൗണ്ട്സ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനെ ഈ 5 കാറ്റഗറീസ് പറഞ്ഞില്ലേ, 5 കാറ്റഗറീസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞില്ലേ, ഇതിനെ നമുക്ക് പെർമനന്റ് അക്കൗണ്ട് ആയിട്ടും ടെമ്പററി അക്കൗണ്ട് ആയിട്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ലെഡ്ജറിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. 5 ടൈപ്സ് ആയിട്ട് 5 കാറ്റഗറീസ് ഓഫ് ലെഡ്ജേഴ്സ് എന്നുള്ള രീതിക്ക് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്. അല്ലെ? ഇനി ഈ 5 കാറ്റഗറീസിനെ നമുക്ക് ഫർദർ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ? പെർമനന്റ് അക്കൗണ്ട്സും ടെമ്പററി അക്കൗണ്ട്സും. പെർമനന്റ് അക്കൗണ്ട്സ് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ട് അത് എപ്പോൾ അവസാനിക്കുന്നോ അതുവരെയും അതിന്റെ ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് പോകും. ഓരോ വർഷത്തെ ബാലൻസ് എടുത്ത് നെക്സ്റ്റ് വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ട് വരും. അങ്ങനെയുള്ള അക്കൗണ്ട്സിനെയാണ് എന്ത് പറയുന്നത്? പെർമനന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ദാറ്റ് കണ്ടിന്യൂ ടു ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഈ അക്കൗണ്ടിങ് പീരീഡിലുള്ള ക്ലോസിംഗ് ബാലൻസിന് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനത്തെ അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇതെല്ലാം ഈ അക്കൗണ്ട്സിൽ വരുന്ന ബാലൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ. ഈ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ എവിടെയാണ് കാണുക? എവിടെയാണ് നമ്മൾ ഈ അക്കൗണ്ട്സിന്റെ അമൗണ്ട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ബാലൻസ് ഷീറ്റിൽ വരുന്ന അക്കൗണ്ട്സിന്റെ ലെഡ്ജർ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് കളയില്ല. പകരം അതിലുള്ള ബാലൻസ് നെക്സ്റ്റ് ഇയർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അല്ലെ? അപ്പോൾ they are not closed at the end of the period. Their balances are carry forward to the next year. നമ്മൾ ഇയർ എൻഡ് ആവുമ്പോൾ ആ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് കളയില്ല. പകരം എന്ത് ചെയ്യും? അതിനെ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഇത് യൂഷ്വലി ഈ അക്കൗണ്ട്സ് എവിടെയാണ് അപ്പിയർ ചെയ്യുക എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിലാണ് ഈ അക്കൗണ്ട്സ് എല്ലാം അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് എന്താണ്? പെർമനന്റ് അക്കൗണ്ട്സ് പഠിച്ചു. ഇനി അടുത്തത് ടെമ്പററി അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ദാറ്റ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ ആ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ആ ക്ലോസ് ചെയ്യും അങ്ങനെയുള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പററി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ടെമ്പററി അക്കൗണ്ട്സിനുള്ള എക്സാമ്പിൾസ്? റവന്യൂ ഓർ ഗെയിൻസ്, എക്സ്പെൻസസ് ഓർ ലോസസ്. റവന്യൂ ആയിട്ടുള്ള അക്കൗണ്ട്സോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ടുള്ള അക്കൗണ്ട്സോ ആണ് എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അതിനെ ക്ലോസ് ചെയ്തിട്ട് കളയുക. എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുക? their balances are transferred. ആ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസിനെ നമ്മൾ എങ്ങോട്ട് മാറ്റും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും, ട്രാൻസ്ഫർ ചെയ്യും.
എന്നിട്ട് at the start of the next new period they begin with zero balance. നമ്മൾ പെർമനന്റ് അക്കൗണ്ടിന്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ടെമ്പററി അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇനീഷ്യൽ ബാലൻസ് എത്രയായിരിക്കും? സീറോ ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നുണ്ടാവുക. ഉദാഹരണത്തിന് സെയിൽസ്, ഈ ഒരു വർഷം 10 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദ ഇയർ എൻഡ് നമ്മൾ അതിനെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ഇയർ തുടങ്ങുമ്പോൾ ആ വർഷം നടക്കുന്ന ആദ്യത്തെ സെയിൽസ് ആയിരിക്കും അവിടുത്തെ ആദ്യത്തെ എൻട്രി വരിക. ഇനീഷ്യലി ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം പെർമനന്റ് അക്കൗണ്ടായ സപ്പോസ് ക്യാപിറ്റൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ വർഷം 10,50,000 രൂപ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ 10,50,000 കാണിക്കും. എന്നിട്ടായിരിക്കും നെക്സ്റ്റ് ഇയർ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ലെഡ്ജേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ടെമ്പററി അക്കൗണ്ട്സ് ആണെങ്കിൽ their balance are transferred to the trading and profit account, trading and profit and loss account, and at the start of the new period they begin with zero balance. ഇത് എവിടെയാണ് ഉണ്ടാവുക? നമ്മൾ പെർമനന്റ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലാണ് അപ്പിയർ ചെയ്യാൻ പറഞ്ഞു അല്ലെ. ടെമ്പററി അക്കൗണ്ട്സ് എല്ലാം എവിടെയാ കാണുക? ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ അക്കൗണ്ട്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞ ലെഡ്ജേഴ്സിന്റെ അതിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ അതിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തതിന്റെയും ജസ്റ്റ് ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പൊ ക്യാഷ്, ഇൻവെന്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? അസറ്റ് അക്കൗണ്ട് ആണ്. അത് പെർമനന്റ് അക്കൗണ്ട് ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിലെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യും. എവിടേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതേപോലെ തന്നെ ലോൺസ് ആൻഡ് ക്രെഡിറ്റേഴ്സ് പറയുന്നത് ലൈബിലിറ്റി ആണ്. അതെന്താണ്? പെർമനന്റ് അക്കൗണ്ട് ആണ്. അതിനെ നമ്മൾ ഇയർ എൻഡിലുള്ള ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. എവിടെയാണ് ഈ അക്കൗണ്ട് അപ്പിയർ ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ് അപ്പിയർ ചെയ്യുക. അതേപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്, പെർമനന്റ് അക്കൗണ്ട് ആണ്. അതിന്റെ ഇയർ എൻഡിലുള്ള ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ഇയർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഈ അക്കൗണ്ട് എവിടെയാണ് അപ്പിയർ ചെയ്യുക? ബാലൻസ് ഷീറ്റിലാണ് അപ്പിയർ ചെയ്യുക. ഇനി അടുത്തത് സെയിൽസ്, റെന്റൽ ഇൻകം, വേജസ്, യൂട്ടിലിറ്റീസ്. ഇതെല്ലാം എന്താണ്? ടെമ്പററി അക്കൗണ്ട്സ് ആണ്. ഇതിനെ നമ്മൾ ഇയർ എൻഡിൽ ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ രണ്ടും ഇയർ എൻഡിൽ ക്ലോസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ അക്കൗണ്ട്സ് എല്ലാം എവിടെയാണ് അപ്പിയർ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അപ്പിയർ ചെയ്യുക. അടുത്തത് എന്താണ് പറയുന്നത്? പോസ്റ്റിംഗ് ഫ്രം ജേർണൽ ടു ലെഡ്ജർ. ലെഡ്ജറിലേക്ക് എൻട്രി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, the posting is the process of transferring journal entries to their respective ledger account. നമ്മൾ ആദ്യം ജേർണലിലാണ് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അതിൽ ഓരോ ട്രാൻസാക്ഷൻസും അതത് അക്കൗണ്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഏതിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക? ലെഡ്ജർ അക്കൗണ്ട്സിലാണ് പോസ്റ്റ് ചെയ്യുക. ഇനി പർപ്പസ്, ഇത് പോസ്റ്റിംഗ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? To group all transactions related to a particular account in one place to summarize and analyze effectively. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടുമായിട്ട്, ഒരു സപ്ലയറുമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, അതല്ലാതെ ഈ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം ഒരു അക്കൗണ്ട് നോക്കി വെച്ചാൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിനെക്കുറിച്ച് ഒരു സമ്മറി നമ്മുടെ മനസ്സിൽ വരും. അതേപോലെ റിപ്പോർട്ട് ചെയ്യാനും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റിംഗ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഡെയിലി ചെയ്യാം, വീക്ക്ലി ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി ചെയ്യാം. ഓക്കെ, ഇത് ഡെയിലി ചെയ്യണോ, വീക്ക്ലി ചെയ്യണോ, മന്ത്ലി ചെയ്യണോ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബിസിനസിന്റെ വോളിയം അനുസരിച്ചിട്ടിരിക്കും. ഒരു ദിവസം തന്നെ ഒത്തിരി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യണം. ട്രാൻസാക്ഷന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ വീക്ക്ലിയോ മന്ത്ലിയോ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? സ്റ്റെപ്സ് ഇൻ ദ പോസ്റ്റിംഗ് പ്രോസസ്. ലെഡ്ജറിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലൊക്കേറ്റ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഇൻ ദ ലെഡ്ജർ. നമ്മൾ നോക്കുകയാണ് ഒരു ലെഡ്ജർ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാഷ് എന്നുള്ളൊരു ലെഡ്ജറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെക്കാം. അപ്പോൾ ഒരു എൻട്രി ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻട്രി വരികയാണ്. അപ്പൊ എങ്ങനെയാ വരിക? ബാങ്ക് അക്കൗണ്ട് ഇട്ട് ടു ക്യാഷ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട്
നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൽ ആദ്യം എന്ത് എഴുതണം? ആ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് കോളത്തിൽ വേണം എഴുതാനായിട്ട്. ഡെബിറ്റ് സൈഡ് ആണ് ആ പർട്ടിക്കുലർ എൻട്രി നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ഉള്ള ഡേറ്റ് കോളത്തിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഉള്ള ഡേറ്റ് കോളത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ദ നെയിം ഓഫ് ദ, ഇപ്പൊ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻട്രി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യാഷും ബാങ്കും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ഏതാണ് എഴുതുന്നത്? ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ജേർണൽ പ്രിപ്പയർ ചെയ്ത സമയത്ത് ലെഡ്ജർ ഫോളിയോ പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായിരുന്നു അല്ലെ. ആ കോളത്തിൽ ഏത് ലെഡ്ജറിന്റെ പേജ് നമ്പർ ഉണ്ടാവും, ആ ലെഡ്ജർ പേജ് നമ്പർ നമ്മൾ ജേർണലിലും എഴുതണം. ലെഡ്ജറിൽ ജേർണലിന്റെ പേജ് നമ്പർ ഉണ്ടാവുമല്ലോ, ആ പേജ് നമ്പർ ലെഡ്ജറിലും എഴുതണം. അതിനുശേഷം എൻ്റർ ദ എമൗണ്ട്, എത്രയാണോ എമൗണ്ട് അത് എമൗണ്ട് കോളത്തിൽ എഴുതണം. ഡെബിറ്റ് സൈഡ് ആണ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ഉള്ള എമൗണ്ട് കോളത്തിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഉള്ള എമൗണ്ട് കോളത്തിൽ എഴുതണം. ഇത് ജസ്റ്റ് സ്റ്റെപ്സ് നിങ്ങളൊന്ന് ഇപ്പൊ മനസ്സിലാക്കി വെക്കൂ. ജസ്റ്റ് നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്താണ് മനസ്സിലാവാനായിട്ട് സാധിക്കും.